Hello guys, welcome to മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അൺബോക്സ് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ DJI OSMO Mobile 6 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗിംബലാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. ഒരു മൊബൈൽ ഗിംബലാണ്. അപ്പോൾ നല്ലൊരു കിടിലൻ അൺബോക്സിംഗ് ആയിരിക്കും നമ്മുടെ ഇന്നത്തെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലത്തെ കിടിലൻ വീഡിയോസ് ഇനി കാണാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് അടിക്കാനും മറക്കരുത്. ഇതിൻ്റെ പ്രൊഡക്റ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് നമ്മുടെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ DJI OSMO Mobile 6ൻ്റെ ബോക്സ് ഇതാണ്. നല്ല അടിപൊളി പാക്കിങ് കാര്യങ്ങളായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ലൊരു കിടലും പിക്ചേഴ്സും കാര്യങ്ങളോട് കൂടിയിട്ടാണ് ഈ ഒരു ബോക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നിട്ട്. സൈഡിലൊക്കെ അതിൻ്റെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് 3 ആക്റ്റീവ് സ്റ്റെബിലൈസേഷൻ, അതുപോലെ തന്നെ ക്വിക്ക് ലോഞ്ച്, അതായത് പെട്ടെന്ന് ലോഞ്ച് ചെയ്യുന്ന പറയുന്ന ഒരു സംഭവം. പിന്നെ അതുപോലെ തന്നെ പോർട്ടബിൾ ആൻഡ് ഫോൾഡബിൾ. പിന്നെ അതുപോലെ തന്നെ ആക്റ്റീവ് ട്രാക്ക് 5.0 എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഈസി ട്യൂട്ടോറിയൽസ് ആൻഡ് 1 ടാപ്പ് എഡിറ്റിംഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അവർ. അതുപോലെ തന്നെ ബിൽറ്റ് ഇൻ എക്സ്റ്റൻഷൻ റോഡ്. അപ്പോൾ നമുക്ക് നേരെ വൈകാണ്ട് നമുക്ക് നേരെ നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റ് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു ഇന്നർ സൈഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നേരെ മേലെ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട വിധം അവർ കൊടുത്തിട്ടുണ്ട്. മുകളിൽ പിക്ചറായിട്ട് 1 2 3 4 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിംബൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അത്യാവശ്യം ചെറിയൊരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പാക്കറ്റ് ഒന്ന് നമുക്ക് പൊട്ടിച്ച് നമ്മുടെ സംഭവം പുറത്തേക്ക് എടുക്കാം. നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന കളർ എന്ന് പറയുന്നത് ഒരു ഗ്രേയും ബ്ലാക്കും കൂടി മിക്സ് ആയിട്ടുള്ളൊരു തരം കളറാണ്. ഇതിൻ്റെ സിൽവർ കളറും വൈറ്റ് കളറൊക്കെ അവൈലബിൾ ആണ് കേട്ടോ ഈ പ്രൊഡക്റ്റിൻ്റെ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഗ്രിപ്പ് ട്രൈപോഡ്. അതായത് നമ്മുടെ ഈ ഒരു ഗിംബലിൻ്റെ തൊട്ട് അടിയിലായിട്ട് നമുക്ക് ഈ ഒരു സംഭവം ജോയിൻ്റ് ചെയ്യാനായിട്ടുള്ള ആളാണ്. അതായത് ലെങ്ത്ത് കൂട്ടാനും അതുപോലെ തന്നെ നമ്മൾ ടേബിളുമൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 സ്റ്റാൻഡ്, അതായത് 3 സ്റ്റാൻഡായിട്ടാണ് ഈ സംഭവം കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ ടേബിളുമൊക്കെ ഈ ഒരു സംഭവം നമുക്ക് വെക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ബോക്സിൽ കൊടുത്തിരിക്കുന്നത് മാഗ്നറ്റിക് ഫോൺ ക്ലാമ്പാണ് കേട്ടോ. അതായത് നമ്മുടെ ഫോൺ വെക്കാനായിട്ടുള്ള ക്ലാമ്പ് അതാണ് നമ്മുടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മാഗ്നറ്റാണ്. നമ്മുടെ ഈ ഒരു മാഗ്നറ്റിൻ്റെ ഈ ഒരു ക്ലാമ്പ് നേരെ നമ്മുടെ ഗിംബലിൽ വെച്ച് കണക്ട് ചെയ്യാനായിട്ടുള്ളതാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു അൺഫോൾഡ് ദ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഈ ഒരു ബോക്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ പൗച്ചുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ഗിംബലൊക്കെ വെക്കാനുള്ളൊരു പൗച്ചാണ്. വളരെ സേഫായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയൊരു പൗച്ചാണ്. വളരെ സിമ്പിളായിട്ട് സ്ക്രാച്ചസ് ഒന്നും ആവാണ്ട് നമുക്കത് സേഫായിട്ട് കൊണ്ടു നടക്കാനായിട്ട് പറ്റും. പിന്നെ അത് കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മാനുവൽ ബുക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു പവർ കേബിളാണ് നമുക്ക് ഇതിൻ്റെ ഒപ്പം അവർ തന്നിരിക്കുന്നുണ്ട്. നമുക്കതൊരു ചാർജ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ബോക്സിൻ്റെ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ. ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബോക്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആക്സസറീസ് എന്ന് പറയുന്നത്. ആദ്യം തന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഗിംബലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫോൺ ക്ലാമ്പാണ് നമ്മൾ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വന്നിരിക്കുന്നത് ഗ്രിപ്പ് ട്രൈപോഡാണ്. പിന്നെ അതുപോലെ നമ്മുടെ പൗച്ചാണ് തൊട്ടിപ്പുറത്തിരിക്കുന്നത്. പിന്നെ അതിൽ ചെറിയൊരു ക്വിക്ക് ഗൈഡ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് മുമ്പിൽ തന്നെ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മൊബൈലിൽ സ്കാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ട്യൂട്ടോറിയൽ നമുക്ക് യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു വെബ്സൈറ്റുകളിൽ നിന്നോ ഇത് സ്കാൻ ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ ഗിംബലെടുത്ത് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഗ്രിപ്പ് ട്രൈപോഡ് ഇതിൽ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാം. അത് ജസ്റ്റ് ഒരു ത്രെഡാണ്. നമ്മുടെ സാധാ ഗിംബലിൻ്റെയൊക്കെ പോലെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റാവുന്നതാണ്. പിന്നെ അതിന് 3 ലെഗ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കിപ്പോൾ മേശയമൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്കിങ്ങനെ മേശമ സിമ്പിളായിട്ട് നമുക്ക് വെക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നല്ല ഷോർട്സുകളൊക്കെ സ്റ്റഡി ഷോർട്സുകളൊക്കെ സിമ്പിളായിട്ട് അതിലെടുക്കാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഗിംബൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം.
നമ്മുടെ ഈ ഗിംബൽ ഓപ്പൺ ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഗിംബലിൻ്റെ ഇപ്പം നിങ്ങൾക്ക് ഒരു ബ്ലിങ്കിങ്ങിൻ്റെ ഒരു ഇത് കാണാനായിട്ട് പറ്റും. റെഡും ഗ്രീനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമ്മുടെ ഈ ഒരു ക്ലാമ്പ് ഈ ഒരു മൊബൈലിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൽ ജസ്റ്റ് അറ്റാച്ച് ചെയ്താൽ മാത്രമേ നമ്മുടെ ഈ ഒരു ഡിവൈസും ഈ ഒരു സംഭവം തമ്മിൽ കണക്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ റെഡിന് പകരം ഗ്രീൻ ലൈറ്റ് കത്തുട്ടാ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് കണക്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ക്ലാമ്പ് മാത്രമായിട്ട് ജസ്റ്റ് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെ നോക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ക്ലാമ്പിൽ നമുക്ക് നമ്മുടെ ഈ ഒരു ഫോൺ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് ഡയറക്റ്റ് രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് വേണമെങ്കിൽ ഗിംബലിൽ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. ഗൈസ്, അപ്പം നമുക്ക് വരുന്നത് നമ്മുടെ ഗിംബലിലും അതുപോലെ തന്നെ പുറമെ കാണുന്ന ഒരു മാഗ്നറ്റിക് ഐറ്റംസ് ആണ്. അപ്പം നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു ക്ലാമ്പിൽ ജസ്റ്റ് ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, ചെറിയൊരു പോയിൻ്റാണ്. ഈ ഒരു പോയിന്റ് നമ്മുടെ ഗിംബലിലുള്ള പോയിന്റിൽ കറക്റ്റ് മൗണ്ട് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഈ രണ്ട് ഇതും തമ്മിൽ കണക്റ്റ് ആവുള്ളൂ. ഈ ഒരു റെഡ് ലൈറ്റ് മാറി ഗ്രീൻ ലൈറ്റിലേക്ക് അത് വരുള്ളൂ. അപ്പോൾ ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്നൊന്ന് ഈ പറഞ്ഞ പോലെ മൊബൈലായിട്ട് കണക്ട് ചെയ്യാണ്ട് ഈ ഒരു ക്ലാമ്പ് മാത്രം ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് തരാം. നമുക്ക് പെട്ടെന്ന് ഒരു കാന്തത്തിൻ്റെ ആകർഷണം എന്ന് പറയുന്നത് അത്രയും ആകർഷണമാണ്. നമ്മളിത് അടുത്തുകൂടെ പോകുമ്പോഴേക്കും ഈ സാധനം കയറി പിടിക്കൂട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റ് തമ്മിൽ കണക്റ്റ് ആവാനായിട്ട് ഇത്തിരി ടഫാണ്. എങ്കിൽ നമ്മളത് എക്സ്പീരിയൻസ്ഡ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് കയറ്റാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഗൈസ്, ഇപ്പോൾ നമ്മുടെ റെഡ് കത്തിക്കുന്നത് കാണാനായിട്ട് പറ്റും. നമ്മുടെ ഒരു ക്ലാമ്പ് ചെയ്തിരിക്കുന്നത് കറക്റ്റായിട്ടല്ല നമ്മൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് റൈറ്റിലേക്ക് തിരിച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം കറക്റ്റ് അതിൻ്റെ ലോക്കിൽ വീഴും. ഇപ്പോൾ കറക്റ്റ് അതിൻ്റെ ലോക്കിൽ വീണു. നമ്മുടെ റെഡ് ലൈറ്റൊക്കെ മാറി അവിടെ ഗ്രീൻ ലൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മാഗ്നറ്റും നമ്മുടെ ജിംബലും തമ്മിൽ കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കണക്ടർ അതായത് ക്ലാമ്പ് നമുക്ക് എടുത്തിട്ട് നമ്മുടെ കാണുന്ന മൊബൈലിലേക്ക് നമുക്ക് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ ഗിംബലിൽ നമുക്ക് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മുടെ ക്ലാമ്പ് നമ്മുടെ ഹെഡിൽ നിന്ന് നമുക്ക് ജസ്റ്റ് എടുക്കാം. നല്ല ടൈറ്റാണ് കേട്ടോ ആക്ച്വലി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ ഒക്കെ എത്ര ഭാരമുള്ള ഫോണാണെങ്കിൽ കൂടിയും നമ്മുടെ ഈ ഒരു മാഗ്നറ്റിക് പവറൊന്നും പോവാണ്ട് നോക്കാനായിട്ട് പറ്റൂട്ടോ. അതായത് നല്ല ആകർഷണമാണ്, കാന്താകർഷണമാണ് ഈ സംഭവത്തിനുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോൺ നമ്മുടെ ക്ലാമ്പ് തമ്മിൽ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യണേക്കാൾ മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിക്ചറിൽ കാണുന്ന പോലെ ഒരു ഓറഞ്ച് കളറ് കാണാൻ പറ്റും. അതിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ക്യാമറയുടെ ഐക്കൺ അവരതിൽ കൊടുത്തിട്ടുണ്ട്. ഈ സെയിം ഐക്കണുള്ള ഈ ഒരു പിക്ചർ നമ്മൾ ശരിക്കും നമ്മുടെ മൊബൈൽ ക്യാമറ ഏത് സൈഡിലാണോ വരുന്നത് അതേ സൈഡിൽ തന്നെ നമ്മുടെ ഈ ഒരു പിക്ചറുള്ള പോർഷനും വെക്കണം എന്നാണ് അത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സംഭവം എന്തായാലും നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഫോൺ iPhone 40 Pro Max ആണ്. അപ്പോൾ ഇതേ സംഭവം മൊത്തത്തിൽ സക്സസ് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വെക്കുമ്പോൾ അത് കറക്റ്റ് സെൻറ്ററിലായിട്ട് തന്നെ നമ്മുടെ ഫോണും ഈ ഒരു ക്ലാമ്പും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക. അന്നേരമാണ് അതിൻ്റെ വർക്കിംഗ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഗിംബലിൽ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഫോണൊന്ന് മൗണ്ട് ചെയ്യാം കേട്ടോ. മൗണ്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പോയിൻറ്റ്സുകൾ തമ്മിൽ അടിപൊളിയായിട്ട് കറക്റ്റ് ആയാൽ മാത്രമേ ഇത് തമ്മിൽ കണക്ടിവിറ്റി ക്ലിയർ ആവുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ വെച്ചപ്പോൾ തന്നെ നമ്മുടെ ഇത് കണക്ഷൻ കറക്റ്റ് ആയിട്ടുണ്ട്, പൊസിഷൻ തന്നെ കറക്റ്റ് ആയിട്ടുണ്ട്, ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗിംബലിലേക്ക് നോക്കി കഴിഞ്ഞാൽ രണ്ട് ഗ്രീൻ ലൈറ്റ് നിങ്ങൾക്ക് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാനായിട്ട് പറ്റൂട്ടാ. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ എല്ലാം തന്നെ ഓക്കെയാണ്. ഫോണും ഇതും കൂടി വെച്ചപ്പോൾ അത്യാവശ്യം വെയിറ്റ് ആയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എല്ലാം അമർത്തുക. എന്നാൽ മാത്രമാണ് നമ്മുടെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുള്ളൂ. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. കാരണം എന്നാലാണ് നമ്മുടെ വീഡിയോസ് ഒന്നുകൂടി നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആമസോണിൽ നിന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയത്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇതിൻ്റെ കൂടുതൽ ആയിട്ടുള്ള യൂസർ റിവ്യൂ നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ വരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ കിടലൻ അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിന് വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.